ശ്രീലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 31 ഭാഗം. അമ്മേ നാരായണ. ശ്രീലളിതാ ത്രിപുരസുന്ദരിയുടെ 455 നാമം മാലിനി. മാലിനി എന്നാൽ മാലകൾ അണിഞ്ഞവൾ എന്നർത്ഥം. അക്ഷരമാല തന്നെ മാലയാക്കിയവൾ. അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങളും മാലയിൽ കോർത്തിട്ടവൾ. സ്ഫുടമായി സംസാരിക്കാനും നല്ല വാക്കുകൾ അവശ്യ സമയത്ത് പറയാനുള്ള ത്രാണി നൽകുന്ന ദേവി ലളിതാംബിക. നാമം 456 ഹംസിനി. ഹംസിനി എന്ന വാക്കിന് അർത്ഥം ഹംസത്തെ വാഹനമാക്കിയവൾ എന്നാണ്. ദേവിമാരിൽ ഹംസത്തെ വാഹനമാക്കിയവളാണ് സരസ്വതി ദേവി. സരസ്വതി ദേവിയുടെ മറ്റൊരു നാമമാണ് ഹംസിനി. ഇവിടെ ഹംസിനി എന്നുള്ള വാക്കുകൊണ്ട് ഹംസത്തിനൊരു കഴിവുണ്ട്, പാലിൽ നിന്ന് വെള്ളത്തെ വേർതിരിക്കാനുള്ള കഴിവ്. അപ്പോൾ പാലിൽ വെള്ളം ചേർത്ത് നൽകിക്കഴിഞ്ഞാൽ പാല് മാത്രമായിട്ട് ഊറ്റി കുടിക്കാൻ ഹംസത്തിന് സാധിക്കും അത്രേ. അപ്രകാരം ദേവി ലളിതാംബിക ജ്ഞാനത്തിൽ നിന്ന് അജ്ഞാനത്തെയും നിത്യതയിൽ നിന്ന് അനിത്യതയെയും ജഡത്തിൽ നിന്ന് അജഡത്തെയും സത്യത്തിൽ നിന്ന് അസത്യത്തെയും വേർതിരിച്ചെടുക്കാനുള്ള കഴിവ് ദേവിക്കുണ്ട്. അതുകൊണ്ട് ദേവിയെ ഹംസിനി എന്ന് വിളിക്കുന്നു എന്നുള്ളത് മറ്റൊരു കഥ. നാമം 457 മാതാ. ദേവിയെ പ്രപഞ്ച മാതാവായി സങ്കല്പിച്ചുകൊണ്ട് ദേവിയെ മാതാ എന്ന് വിളിക്കുന്നു. സകലത്തിനെയും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ലോകമാതാവായ ദേവി ലളിതാംബിക. വേദമാതാവ് എന്നൊരു പേര് കൂടെ ദേവിക്കുണ്ട്. വേദം എന്നുള്ളത് കൊണ്ട് ജ്ഞാനം എന്ന് അർത്ഥമാക്കുന്നു. ജ്ഞാനം ആരംഭിക്കുന്നത് തന്നെ ദേവിയിൽ നിന്നാണ്. നമുക്ക് ഏറ്റവും ഉചിതമായതെന്തോ അതറിഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുന്ന ദേവി ലളിതാംബിക. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണമെന്നില്ല ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, നമുക്ക് ഏറ്റവും ഉചിതമായ കാര്യത്തിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ടായിരിക്കും നമ്മൾ ആഗ്രഹിച്ച പലതും നടക്കാതെ പോയതോ നമ്മൾ ആഗ്രഹിച്ച പലതും നമ്മൾ ആഗ്രഹിച്ച രീതിയിലൊന്നും പോവാതിരിക്കുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടായിരിക്കാം. നാമം 458 മലയാചല വാസിനി. ദേവിയെ വിന്ധ്യാചല വാസിനി എന്ന് വിളിക്കുകയുണ്ടായി. വിന്ധ്യാപർവ്വതത്തിൽ താമസിക്കുന്നവൾ. ഇവിടെ വിളിക്കുന്നു മലയാചല വാസിനി, മലയപർവ്വതത്തിൽ താമസിക്കുന്നവൾ. രാമായണത്തിലും മഹാഭാരതത്തിലും മത്സ്യപുരാണത്തിലും കൂർമ്മപുരാണത്തിലും വിഷ്ണു പുരാണത്തിലും ഒക്കെ കേരളത്തെയാണ് മലയാചലമായിട്ട് മലയപർവ്വതമായിട്ട് പറയുന്നത്. മലയപർവ്വതത്തിൽ വസിക്കുന്നവൾ ദേവി ലളിതാംബിക. നാമം 459 സുമുഖി. ഏറെ സൗന്ദര്യമുള്ളവൾ, ശോഭയുള്ള മുഖത്തോട് കൂടിയവൾ, മരതക പ്രഭയുള്ളവളാണ് ദേവി എന്ന് പറയുന്നു. നാമം 460 നളിനി. വിടർന്ന നളിനം, താമരപ്പൂവിൻ്റെ ഇതള് പോലെയുള്ള മുഖവും ശരീരവുമുള്ളവൾ എന്നർത്ഥത്തിൽ നളിനി എന്ന് വിളിക്കാം. ഇനി താമരപ്പൂവിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ പൂവിനെയും തണ്ടിനെയും യോജിപ്പിച്ചുകൊണ്ട് തണ്ടിലൂടെ കടന്നു പോകുന്ന ഒരു നേർത്ത നാടി പോലെയുള്ളൊരു നാരുണ്ട് താമരപ്പൂവിന്. അപ്പോൾ ഈ ചളിയിൽ നിൽക്കുമ്പോഴും അതിനു വേണ്ട ആവശ്യ പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കുന്നത് ഈ നേർത്ത നാരാണ്. ഇതുപോലെ നമ്മുടെ സുഷുമ്ന നാഡി നമുക്ക് വേണ്ട ആ എനർജി, ആ ഊർജം പ്രവഹിപ്പിക്കുന്നത് ഈ സുഷുമ്ന നാഡിയാണ്. ഈ സുഷുമ്ന നാഡിയിലൂടെ കടന്നു പോകുന്ന ഊർജമാണ് ദേവി ലളിതാംബിക. അതിനാൽ ദേവിയെ നളിനി എന്ന് വിളിക്കുന്നു. നാമം 461 സുഭ്രൂ. ഭ്രൂ എന്നാൽ ഭ്രൂമധ്യം, പുരികത്തിൻ്റെ മധ്യത്തിനാണ് ഭ്രൂമധ്യം എന്ന് പറയുക. ഭ്രൂ എന്നാൽ പുരികങ്ങൾ. സുഭ്രൂ ഭംഗിയുള്ള ഐശ്വര്യപൂർണമായ പുരികങ്ങൾ. ദേവിയുടെ പുരികങ്ങളുടെ പ്രത്യേകത നമ്മൾ മുന്നേ പറയുണ്ടായിരുന്നു. ദേവിയുടെ വദനമാകുന്ന ഗ്രഹത്തിലെ തോരണങ്ങൾ പോലെയുള്ള പുരികങ്ങളാണ് ഉള്ളത് എന്ന് മുന്നേ പറയുണ്ടായിട്ടുണ്ട്. അപ്പോൾ സുന്ദരമായ പുരികങ്ങളോട് കൂടിയവൾ സുഭ്രൂ. നാമം 462 ശോഭന. പ്രഭ ചൊരിയുന്നവൾ, പ്രകാശം വിതറുന്നവൾ എന്ന അർത്ഥത്തിൽ. ഇവിടെ ഒരു പ്രത്യേക നിറത്തെയല്ല എടുത്തു പറയുന്നത്,
ഏത് നിറമായാലും ആ ഒരു തിളക്കം എന്നുള്ള അർത്ഥത്തിലാണ് ശോഭന, പ്രഭ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. അകത്തെ പ്രകാശമാണ്, ഒരു വ്യക്തിയുടെ ആയാലും അകത്തെ ആ പ്രകാശമാണ് അവരുടെ മുഖത്തും പ്രകടമാകുന്നത്. അപ്പോൾ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുമല്ലേ. അപ്പോൾ നമ്മുടെ അകത്തുള്ള ചിന്തകളും നമ്മുടെ അകത്തുള്ള സന്തോഷവും പോലെ ഇരിക്കും നമ്മുടെ മുഖത്തെ പ്രകാശം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നാമം 463 സുരനായിക. സുരനായിക എന്നാൽ ദേവന്മാർക്കെല്ലാം അധിപതിയായ, ദേവന്മാരുടെ നായികയായവൾ എന്നൊരു അർത്ഥം പറയാം. ഇതുകൂടാതെ നക്ഷത്രങ്ങളുടെ നായിക എന്ന് പറയുന്നു. നക്ഷത്രങ്ങളുടെ നായകനായത് ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രനെ പോലെ തിളങ്ങുന്നവൾ എന്ന അർത്ഥത്തിലും സുരനായിക എന്ന് വിളിക്കുന്നു. നാമം 464 കാളകണ്ഠി. കാളകൂട വിഷം സേവിച്ച് കാളകണ്ഠനായ, നീലകണ്ഠനായ ശിവന്റെ പത്നിയായ കാളകണ്ഠി. കാളകണ്ഠൻ്റെ പത്നിയാണ് കാളകണ്ഠി. നാമം 465 കാന്തിമതി. വീണ്ടും ദേവിയുടെ ശോഭയെ പറ്റിയാണ് പരാമർശം. ശോഭയുള്ള, ഏറെ കാന്തിയുള്ള ദേവി ലളിതാംബിക. നാമം 466 ക്ഷോഭിണി. ക്ഷോഭിണി എന്നതുകൊണ്ട് ഇവിടെ പറയുന്നത്, ഇപ്പോൾ ഫിസിക്സിലൊക്കെ ആണെങ്കിൽ ഒരു വസ്തു യൂണിഫോം മോഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു മൊമെൻറ്റം, അതിനൊരു മൂവ്മെൻ്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, അതിലൊരു പുഷ് കൊടുക്കുമ്പോഴാണ് ഒരു പുതിയൊരു സ്പീഡ്, ഒരു മൊമെൻറ്റം അതിന് കിട്ടുന്നത്. അതുപോലെ സൃഷ്ടിക്കായിട്ടൊരു പ്രത്യേക ഒരു പ്രകോപനം, ഒരു ചലനം സൃഷ്ടിക്കാനായിട്ട് ത്രിഗുണങ്ങളെ ക്ഷോഭിപ്പിച്ചുകൊണ്ട് സൃഷ്ടി സാധ്യമാക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ശിവൻ്റെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തിക്കൊണ്ട് ശിവനും ശക്തിയുമായിട്ടുള്ള ആ സംയോഗം സാധ്യമാക്കിയ ആ വിധത്തിൽ ക്ഷോഭിണിയായ ദേവി ലളിതാംബിക. വൺ ഹൂ ഷെയ്ക്സ് ദ വേൾഡ് എന്നാണ് അതിന് ഒരു ട്രാൻസ്ലേഷനായിട്ട് പറയുന്നത്. വൺ ഹൂ ക്രിയേറ്റ്സ് എ പൾസേഷൻ ഓർ ത്രോബിങ് ഇൻ ശിവ ലീഡിങ് ടു ശിവശക്തി യൂണിയൻ. അപ്പോൾ ഒരു ഹൃദയത്തിൽ ഒരു ചലനം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ പ്രകൃതിയിൽ തന്നെ ഒരു ചലനം സൃഷ്ടിക്കാൻ തക്ക ശക്തിയുള്ള ദേവി ലളിതാംബിക. നാമം 467 സൂക്ഷ്മരൂപിണി. ഏറെ ഒരു കണിക പോലെ സൂക്ഷ്മാംശമായി നിലനിൽക്കുന്ന ദേവി ചൈതന്യം. പഞ്ചേന്ദ്രിയങ്ങൾക്കും അതീതമായി നിലനിൽക്കുന്ന സൂക്ഷ്മാംശമായ ദേവി ലളിതാംബിക എന്ന അർത്ഥം. നാമം 468 വജ്രേശ്വരി. നമ്മൾ നിത്യദേവിമാരെ പറ്റി പറയേണ്ടായി. അതായത് ചന്ദ്രൻ്റെ 16 കലകളുണ്ട്. ആ ഓരോ കലകൾക്കും ഓരോ അധിപതിമാരായിട്ടുള്ള ദേവതമാരുണ്ട്. അവർക്കൊക്കെ ഓരോ നിത്യദേവിമാരുമുണ്ട്. ആ നിത്യദേവിമാരുടെ നാമങ്ങൾ നമ്മൾ പറയേണ്ടായി. ലളിതാ ത്രിപുര സുന്ദരി, കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന, ഭേരുണ്ട, വഹ്നിവാസിനി, വജ്രേശ്വരി, ശിവദൂതി, ത്വരിത, കുലസുന്ദരി, നിത്യ, നിലാപതിക, വിജയ, സർവമംഗള, ജ്വാലാമാലിനി, ചിത്ര. ഇവരൊക്കെയാണ് നിത്യദേവിമാർ. അപ്പോൾ വജ്രേശ്വരി, മഹാവജ്രേശ്വരി ഒരു നിത്യ ദേവതയാണ്. ദേവി ഷഷ്ടി തിഥിയുടെ നിത്യദേവിയായിട്ട് ആരാധിക്കപ്പെടുന്ന ദേവിയാണ് മഹാവജ്രേശ്വരി. ചുവന്ന വസ്ത്രം ധരിച്ച് 3 കണ്ണുകളോടുകൂടിയ ദേവി വജ്രേശ്വരി. അപ്പോൾ ദേവിയെ വജ്രേശ്വരി എന്ന് വിളിക്കുന്നു. ഇനി തിഥി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോളാർ കലണ്ടറും ഉണ്ട്, ലൂണാർ കലണ്ടറും ഉണ്ട്. ഇപ്പോൾ പഞ്ചാംഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൂണാർ കലണ്ടറിൻ്റെ ഭാഗമാണ്. ഈ മുഹൂർത്തങ്ങൾ, ഈ വിവാഹം, പിറന്നാൾ, ചോറൂണ്,
അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾക്കൊക്കെ മുഹൂർത്തം നോക്കാനായിട്ട് നമ്മൾ പഞ്ചാംഗം ഒക്കെ നോക്കും. അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഈ തിഥി എന്ന് പറയുന്നത്. അപ്പോൾ 16 തിഥികൾ, അത് ഈ ചന്ദ്രൻ്റെ വൃദ്ധി ക്ഷയങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ തിഥി പറയുന്നത്. അപ്പോൾ 16 തിഥികളുണ്ട്. ഏതൊക്കെയാണ് 16 തിഥികൾ? പ്രതിപദം, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, അമാവാസി, പൗർണമി. ഇതാണ് 16 തിഥികൾ. ഈ തിഥികൾക്കെല്ലാം ഓരോ നിത്യദേവിമാരുണ്ട്. നമ്മൾ പറഞ്ഞ 16 ദേവിമാരും ഈ തിഥികളുടെ നിത്യ ദേവിമാരാണ്. ഈ തിഥികൾക്കൊക്കെ ഇനി അധിപതിമാർ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഷഷ്ടി തിഥിയുടെ നിത്യദേവിയാണ് മഹാവജ്രേശ്വരി. ഈ ഷഷ്ടി ദിനം കാർത്തികേയൻ്റെ, സുബ്രഹ്മണ്യൻ്റെ ജന്മദിനം കൂടിയായിട്ട് പറയുന്നു. അപ്പോൾ ഷഷ്ടിയുടെ നിത്യദേവിയായിട്ടുള്ള മഹാവജ്രേശ്വരി ശ്രീലളിത ത്രിപുരസുന്ദരിയാണ് എന്ന അർത്ഥത്തിലാണ് ദേവിയെ വജ്രേശ്വരി എന്ന 468 നാമമായിട്ട് പറയുന്നത്. ഇടയിൽ കുറച്ച് യാത്രകളും ഒരു ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് 4 ദിവസത്തോളം ഒന്നും പഠിക്കാനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ ഇന്ന് വീണ്ടും പഠിക്കാനായിട്ട് സാധിച്ചു. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അത് സാധിച്ചു. ഇനി ഈ പഠനം തുടരാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.